ഇന്ന് രാവിലെ ഒരു വലിയ സംഭവം ഉണ്ടായി. ഞാൻ പുതിയ യൂട്യൂബർമാർക്ക് വേണ്ടിയാണ് ഇത് പറയണത്. നമ്മൾ പുതിയതായിട്ട് യൂട്യൂബ് തുടങ്ങുന്നവർ നമ്മൾ എങ്ങനെ ഫോളോവേഴ്സിനെ കൂട്ടാം എന്നൊക്കെ ചിന്തിച്ചിട്ട് നമ്മൾ പല വീഡിയോകൾ ഇടാറുണ്ട്. അത് പല വീഡിയോകളും അബദ്ധത്തിൽ ചെന്ന് ചാടാൻ സാധ്യത കൂടുതലാണ്. ഞാനിന്ന് രാവിലെ 1 മണിക്കൂർ നോക്കിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ കാണാനില്ല. വെറും ഫോണിൽ ഇങ്ങനെ പ്ലെയിനായിട്ട് വൈറ്റ് കളറിൽ ഇപ്പോൾ ഉണ്ട്. യൂട്യൂബ് ചാനൽ നോക്കിയിട്ട് കാണാനില്ല. ഞാനിന്ന് രാവിലെ ഒരു 3 വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു. 3 വീഡിയോ ചെയ്തതിൽ ഒരു വീഡിയോ നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും ടോപ്പ് ഫോളോവേഴ്സുള്ള ഒരാളിനെ പറ്റിയായിരുന്നു. അവരെപ്പറ്റി മോശമായിട്ടൊന്നുമല്ല, അവരുടെ ഒരു ജീവിതം, ഇപ്പോൾ ഒരു പുതിയ കുഞ്ഞ് പറഞ്ഞതിനെ പറ്റി. ഞാനിനി ഈ പറഞ്ഞതിനെ പറ്റി എന്നെ യൂട്യൂബ് കട്ട് ചെയ്യുമോ എന്നുള്ളതാണ് എനിക്ക് പേടി. എന്നെ അവരൊരു കുഞ്ഞ് പറഞ്ഞതിനെ പറ്റി അവരുടെ ഫോട്ടോസ് വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്ത് അതൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എത്ര ഫോളോവേഴ്സ് കൂടി. അവർക്ക് ആണെങ്കിൽ കോടിക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ വല്ലതും നമുക്ക് വല്ലതും കിട്ടിയോ എന്ന് പറഞ്ഞ് ഓടിച്ചിട്ട് പിടിക്കാമെന്ന് പറഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് കാണാം എൻ്റെ യൂട്യൂബ് ചാനലിൽ കാണാനില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മൾ കളിക്കണ കളിയല്ല യൂട്യൂബ് ചാനൽ. നമ്മൾ വിചാരിക്കും ഇത്രയും യൂട്യൂബർമാരുണ്ട്, ഇത്രയും യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അപ്പം നമ്മൾ ഒരു ചെറിയ വീഡിയോ ഇട്ടാൽ നമുക്ക് ഒളിച്ചിരിക്കാം, കാണൂല എന്ന്, അവരുടെ വ്യൂവേഴ്സ് കുറച്ച് നമുക്ക് കിട്ടും എന്നൊരു തോന്നലൊക്കെ ഉണ്ടായിട്ട് രാവിലെ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ആയിരുന്നു. 8ൻ്റെ പണി കിട്ടി. ഞാനൊടുക്കം തപ്പിപ്പിടിച്ച് അതിൻ്റെ ഡിലീറ്റിൻ്റെ ഫംഗ്ഷൻ നോക്കി ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ്. യഥാർത്ഥത്തിൽ നമ്മളെ യൂട്യൂബിലൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് അത് ഡിലീറ്റ് ചെയ്യാൻ പാടില്ല. പക്ഷെ ഞാൻ ഇന്ന് ആ വീഡിയോ ഡിലീറ്റ് ചെയ്തില്ല എങ്കിൽ എനിക്കിനി യൂട്യൂബ് ചാനൽ ഉണ്ടാവില്ല. നമുക്ക് ഇത്രയും കാലം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത വ്യൂവേഴ്സും ഈ ഫോളോവേഴ്സും ഒക്കെ നമുക്ക് നഷ്ടപ്പെടും ഒരു നിമിഷം കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അപ്പോൾ തന്നെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് യൂട്യൂബ് വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനൽ രാത്രിയിലെ പാൽക്കാരൻ എന്ന് പറഞ്ഞ് വീണ്ടും തിരിച്ചു കിട്ടി. അപ്പം ഇത് നിങ്ങൾക്ക് പുതിയ യൂട്യൂബർമാർക്ക് അറിവില്ല എങ്കിൽ അതിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളവരെയോ അല്ലെങ്കിൽ എന്നെ ഏറ്റവും കൂടുതൽ വീഡിയോ വൈറലായവരെയോ അങ്ങനെയുള്ള കണ്ടൻറ്റ് അനുകരിക്കാതെ നമുക്ക് സ്വയം എന്ത് കണ്ടൻറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ അതുണ്ടാക്കി മുന്നോട്ട് പോകുക. ഇത് നിങ്ങളുടെ അറിവിന് വേണ്ടി ഞാൻ പറഞ്ഞതാണ് കേട്ടോ. എനിക്കുണ്ടായ ഒരു അനുഭവം ഇന്ന് രാവിലെ.